ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സിംനാസ് ഫുട്ബോൾ. അപ്പോൾ ഇത് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ എളുപ്പത്തിൽ കുക്കറിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഈസി ചിക്കൻ ബിരിയാണി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ബിരിയാണിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സവാളയും തക്കാളിയൊക്കെ ആദ്യമേ മുറിച്ചിട്ട് കഴിഞ്ഞാൽ വെറും 10-15 മിനിറ്റ് കൊണ്ട് നമുക്ക് എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ഫ്ലേവറുള്ള ബിരിയാണിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതുപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു ഈസി പീസി ബിരിയാണി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഈസി ആയിട്ടുള്ള ഈ ഒരു ബിരിയാണി റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ബസ്മതി അരിയാണ്. അപ്പോൾ ബസ്മതി അരി ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ള ഗ്ലാസ്സിൽ, അതായത് നമ്മൾ സാധാരണ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ഒരു ഗ്ലാസ്സിൽ 2 ഗ്ലാസോളം അരി നന്നായിട്ട് കഴുകി 20 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇത്. അങ്ങനെ കുതിർത്തുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബിരിയാണി ഉണ്ടാക്കി കഴിയുമ്പോൾ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു രീതിയിൽ വെള്ളം ഒഴിച്ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം കുതിർത്ത് വെക്കാനായിട്ട് നോക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രസ് ചെയ്ത് അരി കഴുകുമ്പോൾ അരി അങ്ങോട്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി എടുത്തതിന് ശേഷം മാത്രം 20 മിനിറ്റ് നമുക്കിതങ്ങോട്ട് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ചിക്കൻ എന്ന് പറയുമ്പോൾ ഞാനിത് ഇവിടെ ഇപ്പോൾ ഏകദേശം ഒരു 300 മുതൽ 350 അല്ലെങ്കിൽ 400 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ ഞാൻ ബിരിയാണി ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ബിരിയാണി വലിയ താല്പര്യമില്ല ഇവിടെ കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ 300 മുതൽ 350 അല്ലെങ്കിൽ 400 ഗ്രാം വരെ ചിക്കൻ എടുത്തിട്ടുണ്ട്. ആ ചിക്കൻ ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. കാരണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുക്കറിലിട്ട് വേവിക്കുന്ന സമയത്ത് പെട്ടെന്ന് അങ്ങ് വെന്ത് കിട്ടുകയും ചെയ്യും. കൂടാതെ നമ്മുടെ ആ ഒരു മസാലയൊക്കെ ചിക്കൻ്റെ പീസിലോട്ട് നന്നായിട്ട് എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നന്നായിട്ട് കഴുകി ഒരു അരമണിക്കൂർ മുന്നേ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പ്, അതുപോലെ ഇച്ചിരി മുളക് പൊടി, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമായിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചത്. അങ്ങനെ ചെയ്തെന്ന് കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അരമണിക്കൂർ മുന്നേ ഇച്ചിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഉപ്പ് നമുക്ക് നന്നായിട്ട് ഇട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഇതേ സ്റ്റൗവിൽ ഞാനൊരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ആ കുക്കറിൽ 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് 2 ഏലക്കായ, ഒരു ചെറിയൊരു പീസ് പട്ട, പിന്നെ ഒരു 3-4 ഗ്രാമ്പു, ഒരു ചെറിയൊരു പീസ് തക്കോലും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ നിറയെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ. ഒരുപാട് പേസ്റ്റ് അല്ല, ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ സ്മെല്ല് ഒന്ന് മാറി കിട്ടുന്ന സമയത്ത് ഞാനിപ്പോൾ ഇവിടെ ഒരു 3 മീഡിയം സൈസുള്ള സവാള, അതേപോലെ 3 പച്ചമുളക് നെടുവേ കീറി എടുത്തിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഈ കുക്കറിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ സവാള എന്ന് പറയുന്നത് സ്ലൈസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുത്തതാണ്. അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. പിന്നെ സവാളയുടെ ആ ഒരു കണക്ക് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ചിക്കൻ്റെ പീസിന് അതനുസരിച്ച് എടുക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ചിക്കൻ എടുക്കുകയാണെങ്കിൽ സവാളയുടെ എണ്ണം എന്ന് പറയുന്നത് അതിനനുസരിച്ചിട്ട് ഒന്ന് കൂട്ടി കൊടുക്കുക. പിന്നെ ഞാൻ ഈ ബിരിയാണിയിൽ നമ്മൾ ദം ചെയ്യുമ്പോൾ ചേർക്കുമ്പോൾ പിസ്ത ഉണ്ടാവില്ലേ, ഉള്ളി റോസ്റ്റ് ചെയ്തെടുക്കുക, അതേപോലെ അണ്ടിപ്പരിപ്പ് റോസ്റ്റ് ചെയ്തെടുക്കുക, മുന്തിരി, ആ ഒരു സ്റ്റെപ്പൊന്നും ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് അതേസമയം നല്ല ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫ്ലേവർ അത് നിർബന്ധമാണ് ബിരിയാണി എന്നുണ്ടെങ്കിൽ ആദ്യം കുറച്ച് നെയ്യ് ചൂടാക്കിയതിന് ശേഷം നമ്മൾ പിസ്ത അതായത് ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതേപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അങ്ങനെ ചെയ്യണം നിർബന്ധം ഉണ്ടെങ്കിൽ കേട്ടോ. റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഈ പറയുന്ന ഈ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ അതൊന്നും ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുക. പെട്ടെന്ന് ഒരു 10-20 മിനിറ്റ് കൊണ്ട് നമുക്കൊരു തട്ടിക്കൂട്ടി ബിരിയാണി കേട്ടോ. അതാണ് ഞാനിവിടെ കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് സവാളയുടെ ആ ഒരു പച്ച സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ സവാളയൊക്കെ വാടി ഈ ഒരു പരിവാവുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസുള്ള തക്കാളി ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ കുറച്ച് പുതിനയില, അതേപോലെ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും പുതിനയിലയും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രഷ് ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ വാടിയ മല്ലിയിലയും പുതിനയിലയും ആണെങ്കിൽ നമ്മുടെ ബിരിയാണിയുടെ ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് ആകെ മൊത്തം മാറും. അപ്പോൾ പുതിനയിലൊക്കെ പ്രത്യേകിച്ചിട്ട് നന്നായിട്ട് ഫ്രഷ് ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു ബിരിയാണിയിലെന്ന് പറയുമ്പോൾ സവാള ഒരുപാട് വഴണ്ട് ആ ഒരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കാരണം നമ്മളിതിൽ ഇനി ചിക്കൻ ചേർക്കുന്ന സമയത്ത് സവാള നന്നായിട്ട് അങ്ങോട്ട് വഴണ്ടി വന്നോളും, നല്ല സോഫ്റ്റായിട്ട് വന്നോളും. അതുകൊണ്ട് ഈ ഒരു പരുവത്തുന്ന സമയത്ത് തന്നെ തക്കാളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. സവാള ഒരുപാട് വഴണ്ടി ആ ഒരു ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. ഇനി ഇതെല്ലാം കൂടി തക്കാളി നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്ന വരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കാം.
തക്കാളി വഴറ്റിയെടുക്കുന്ന ആ ഒരു സമയത്ത് തന്നെ ഇതിലോട്ട് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1 ടേബിൾ സ്പൂണോളം അധികം പുളിയില്ലാത്ത തൈരാണ് കേട്ടോ. അധികം പുളി പാടില്ല തൈരിന്. അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂണോളം തൈര്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പുളിയുള്ള തൈരാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 1/2 ടേബിൾ സ്പൂണോളം തൈര് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ തൈര് എന്തിനാണ് ചേർക്കുന്നത് വെച്ചാൽ നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടും അതേപോലെ നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ചിക്കൻ പെട്ടെന്ന് അങ്ങോട്ട് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിയൊക്കെ വെന്ത് ഉടഞ്ഞ് ഏകദേശം ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. അത്ര മതി. ആ ഒരു സമയത്ത് നമുക്ക് ഈ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ ഇല്ല കേട്ടോ, അതിലും കുറവ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു 3/4 ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1.5 ടീസ്പൂണോളം ഗരം മസാലയാണ് കേട്ടോ. അപ്പോൾ ഗരം മസാലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബിരിയാണി മസാലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ 1.5 ടീസ്പൂണോളം ഗരം മസാല ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളം മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി ഇടുമ്പോൾ എല്ലാവരുടെയും മനസ്സിലൊന്നുണ്ടാവും മല്ലിപ്പൊടി ബിരിയാണിയിൽ ചേർക്കുമെന്നുള്ളത്. സാധാരണ ബിരിയാണികളിൽ മല്ലിപ്പൊടി ചേർക്കാറില്ല. പക്ഷേ ഈ ഒരു കുക്കർ ബിരിയാണിയിലേക്ക് നിങ്ങൾ ഒരു തവണ, ഒരുപാടായി പോകരുത്, ഒരു 1/4 ടീസ്പൂൺ മാത്രം ഒരു തവണ ഒന്ന് മല്ലിപ്പൊടി ചേർത്ത് നോക്കും കേട്ടോ. അത് നമ്മുടെ ബിരിയാണിക്ക് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ മല്ലിപ്പൊടിയുടെ ഫ്ലേവർ ബിരിയാണിയിൽ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണിലും കുറവ്, അതായത് ഞാനിപ്പോൾ കാണിച്ചതുപോലെ ഇട്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിന് അത്ര തൃപ്തി ഇല്ലാന്നുണ്ടെങ്കിൽ മല്ലിപ്പൊടി ഇടുന്ന ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് അവോയ്ഡ് ചെയ്യുക കേട്ടോ. ഇനി ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ നമുക്ക് നന്നായിട്ട് ഇതങ്ങോട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇട്ട് കൊടുത്ത പൊടികളുടെ മണം അത്യാവശ്യം ഒന്ന് മാറുന്ന സമയത്ത് നമ്മൾ എടുത്തു വെച്ച ചിക്കൻ നമുക്കിതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതേ മുഴുവനായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ചിക്കനും മസാലയും നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഈ ഒരു സമയത്ത് നോക്കുക കേട്ടോ. ഇത് നമുക്ക് ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇതേ കുക്കറിൻ്റെ മൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതേസമയം വിസിലല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ചിക്കനിൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ നന്നായിട്ട് ചൂടാവുന്ന സമയത്ത് വെള്ളം അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളും കേട്ടോ. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് നമുക്ക് ഈ ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്ത ചിക്കൻ ഒരു 4-5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു ചിക്കനിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. എക്സ്ട്രാ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ നമ്മൾ അരി ഇടുന്നതിന് മുന്നേ ആ ചിക്കനിൽ നിന്ന് ഇറങ്ങി വെച്ച വെള്ളം ഹൈ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് അങ്ങോട്ട് വറ്റിച്ച് കളയും കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അരിയിട്ട് അതിനുശേഷം വെള്ളം ഒഴിക്കുമ്പോൾ അരി ഒരുപാട് അങ്ങ് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വെള്ളം കൂടിപ്പോയി കഴിഞ്ഞാൽ അരി ഒരുപാട് അങ്ങോട്ട് വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഞാൻ ചിക്കനിലുള്ള വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ കുതിർത്ത് വെച്ച അരി, അതായത് ഒരു 20 മിനിറ്റ് കുതിർത്ത് വെച്ച അരി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളത്തിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ 1 ഗ്ലാസ് അരിക്ക് 3/4 ഗ്ലാസ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളമാണ് കേട്ടോ. അപ്പോൾ 1 ഗ്ലാസ്സിന് 3/4 ഗ്ലാസ്, അതായത് നിങ്ങൾ ഏത് ഗ്ലാസ്സിലാണോ അരി എടുത്തത് അതേ സെയിം ഗ്ലാസ്സിൽ 3/4 ഗ്ലാസ് വെള്ളം. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുത്തത് എന്നുകൊണ്ട് 1.5 ഗ്ലാസ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം. അതിപ്പോൾ ഞാനൊരു കപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു കുക്കറിലുള്ളത് ഒരുപാട് അങ്ങോട്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ ആ വെള്ളം ലെവലായിട്ട് നമുക്ക് കിട്ടും. പിന്നെ ഉപ്പിൻ്റെ കണക്ക് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഒരു വെള്ളത്തിൽ തന്നെ ഉപ്പ് മിക്സ് ചെയ്തിട്ടാണ് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ചോറ് വെന്ത് കഴിയുമ്പോൾ ചോറിന് കണക്കായിട്ടുള്ള ഉപ്പ് കിട്ടും കേട്ടോ. ഉപ്പ് നമ്മൾ ഇതിലോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ചിക്കൻ മുകളിലും അരി താഴെയൊക്കെ ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് നമുക്ക് അങ്ങോട്ട് വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് അവസാനമായിട്ട് 1 ടേബിൾ സ്പൂണോളം വനസ്പതി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിപ്പോൾ വനസ്പതി എന്ന് പറയുന്നത് സാധാരണ ബിരിയാണികളിൽ ചേർക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ വനസ്പതി ഇല്ലാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് 1 ടേബിൾ സ്പൂണോളം നമ്മുടെ സാധാരണ നെയ്യ് ചേർത്ത് കൊടുത്താലും മതിയാവും. ഇനി മുകളിൽ കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ഇതിൻ്റെ മുകളിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വിസിലും വാഷറും ഒക്കെ ഇട്ട് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിൽ, ഹൈ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പാടില്ല. പെട്ടെന്ന് അങ്ങ് വിസിൽ വരികയും ചെയ്യും, അരി ഒട്ടും വെന്തിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് 1 വിസിൽ കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം.
അതിനുശേഷം 10 മിനിറ്റ് കംപ്ലീറ്റ് പ്രഷർ പോയതിന് ശേഷം മാത്രം കുക്കർ ഒന്ന് തുറന്ന് നോക്കുക കേട്ടോ. അപ്പോഴത്തേ നമ്മുടെ റൈസൊക്കെ ആ ഒരു പറഞ്ഞ സമയം കൊണ്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ വെന്തെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ വലിയ സ്പൂൺ ഇട്ടിട്ട് ഒരുപാട് അങ്ങോട്ട് ഇളക്കി എടുക്കാനായിട്ട് പാടില്ല കേട്ടോ. ജസ്റ്റ് ഒരു ഫോർക്ക് വെച്ചിട്ട് അടിയിലുള്ള മസാലയൊക്കെ ഒന്ന് മുകളിലോട്ടായി കൊടുക്കുക. ആ ചിക്കനൊക്കെ കണ്ടോ കറക്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ, രക്ഷയില്ലാത്തൊരു സ്മെല്ലാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾ തുറന്ന് നോക്കുന്ന സമയത്ത് റൈസ് തൊട്ട് നോക്കുമ്പോൾ വെന്തില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ് കൂടി വെള്ളം ഇതിൽ റൈസിൻ്റെ ഇട്ട് ഒഴിച്ച് വെച്ച് ജസ്റ്റ് അതൊന്ന് അടച്ച് വെക്കുക കേട്ടോ. സ്റ്റൗ ഒന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കുക്കറിൻ്റെ ആ ഒരു ചൂട് കാരണം വെള്ളം അങ്ങ് വറ്റിക്കോളും. ആ ഒരു സമയം കൊണ്ട് റൈസ് നന്നായിട്ട് അങ്ങോട്ട് വെന്തോളും കേട്ടോ. അപ്പം നമുക്ക് എന്ത് ചെയ്യാം, പതുക്കി അടിയിലുള്ള മസാലയൊക്കെ ഒന്ന് മുകളിലോട്ട് തട്ടിക്കൊടുക്കുകയാണെങ്കിൽ നല്ല മിക്സ് ആയിട്ടുള്ള ചോറ് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഈ ഒരു ഫോർക്ക് വെച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. ആ റൈസൊക്കെ നന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തിരക്കുള്ള സമയങ്ങളിലൊക്കെ എളുപ്പത്തിൽ നമുക്ക് രാവിലെയൊക്കെ കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സൊക്കെ ആക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതേ ബിരിയാണിയുടെ റെസിപ്പി ഇഷ്ടമായവർ പെട്ടെന്ന് തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കട്ടോ. അതുപോലെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുട്ബോൾ. ബൈ.